ഇലക്ഷൻ്റെ ആദ്യം മുതൽ നിങ്ങൾ ചോദിക്കുന്ന കണക്കിൽ തന്നെ ഒപ്പോഴും ഉറച്ചിരിക്കുക. 15,000-നും 21,000-നും ഇടയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാവും വട്ടിയൂർക്കാവിൽ. അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരെയും മറ്റ് വകുപ്പുകളുടെയും തലയിലേക്ക് പ്രശ്നങ്ങൾ മാറ്റിക്കൊണ്ട് സ്വയം ഉത്തരവാദിത്വം നിറവേറ്റാതെ മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ നഗരത്തിൽ കഴിഞ്ഞ 5 മാസമായി കാണാൻ വേണ്ടി കഴിയുന്നത്. ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പ്രവണത. പ്രധാനമന്ത്രി വന്ന് ബ്ലൂ പ്രിൻ്റ് പ്രഖ്യാപിക്കുമെന്ന് പറയുകയാണ്. എന്ത് ബ്ലൂ പ്രിൻ്റാണ് ഇതിനോടകം വന്നിട്ടുള്ളത്? സാധാരണ എല്ലാ പൗരന്മാർക്കും അറിയാം, ഒരു നഗരസഭയ്ക്ക് നേരിട്ട് സഹായം കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല. കാരണം ഇതൊരു ഫെഡറൽ സംവിധാനമാണ്. ആ ഫെഡറൽ സംവിധാനത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് മുഖാന്തരമാണ് സഹായം നഗരസഭകൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കും 50% അതിൽ താഴെയോ സംസ്ഥാന സർക്കാരിൻ്റെ ഷെയർ കൂടിയുണ്ട്. ഇത് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും മേയർ എന്ന നിലയിൽ ശ്രീ വി രാജേഷ് ഇടപെടുന്നത്, മുൻകാല ജനപ്രതിനിധികളെ അപഹസിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടി തയ്യാറാകണം. ഞങ്ങളെ സംബന്ധിച്ച് ഈ നഗരം ചീഞ്ഞു ഞാറാനും കുടിവെള്ളം കിട്ടാത്തൊരു സ്ഥിതി ഉണ്ടാക്കാനും തെരുവിളക്കുകൾ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് ഞങ്ങൾ പോകും. ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങൾക്കും അതിന് നേതൃത്വം കൊടുക്കേണ്ടി വരും എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുക. ഇപ്പോൾ നെട്ടയത്തുണ്ടായ പ്രശ്നങ്ങളിപ്പോൾ കേസെടുത്തിട്ടുണ്ടല്ലോ. RC-ലേക്കെതിരെ അടക്കം സമരം നയിച്ച എല്ലാവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി അന്വേഷണം നടത്തണമെന്നുള്ളതാണ്. കാരണം നാടിൻ്റെ സമാധാനം തകർക്കാനുള്ള ഒരു പരിശ്രമമാണ് നെട്ടയത്തുണ്ടായത്. കാരണം പുറത്തു നിന്നുള്ള ആളുകൾ ഒരു സ്ഥലത്തേക്ക് വരുന്നു, മർദ്ദിക്കുന്നു, അത് ചെറുക്കാൻ നാട്ടുകാർ സംഘടിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാക്കാൻ ചില ബോധപൂർവമായിട്ടുള്ള പരിശ്രമങ്ങളുണ്ടായി. ഈ അക്രമികളായിട്ടുള്ള ആളുകളെ അമ്പല കാമ്പൗണ്ടിനകത്ത് താമസിപ്പിക്കുന്നു. പോലീസ് അവിടെ റെയ്ഡ് ചെയ്ത് പ്രതികളെ പിടിക്കുമ്പോൾ അമ്പലത്തിലേക്ക് കടന്നു കയറിയെന്ന് ആരോപിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ ഗൂഢാലോചനയുടെ ഭാഗമായി സംഭവിച്ച ഒന്നാണ്. അത് കേരളത്തിൽ വിലപ്പോവില്ല എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി ബന്ധപ്പെട്ടവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അല്ല, SHOയോട് ലീവിൽ പോകാൻ കമ്മീഷണർ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷണറുടെ നടപടി ശരിയല്ല എന്ന് MLA എന്ന നിലയിൽ ഞാനത് പറഞ്ഞത്. അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് തീർച്ചയായിട്ടും അത് ഗവൺമെൻറ് തലത്തിൽ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവിടെ ക്രമസമാധാന നില പരിപാലിക്കുന്നതിനാണ് പോലീസ് ഇടപെട്ടത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഞാനൊക്കെ നിരവധി കേസുകളിൽ വഴി തടഞ്ഞതിനും പ്രകടനം നടത്തിയതിനൊക്കെ കേസ് പ്രതിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്രമസമാധാനം പരിപാലിക്കാൻ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്ന നിലയിൽ ഇടപെടാൻ വേണ്ടി നേതൃത്വം തയ്യാറാകേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. പോലീസുകാരെ സംരക്ഷിക്കുകയല്ലേ വേണ്ടത്.